നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോമ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. മലപ്പുറം ജില്ലയിലെ ആദിവാസി മേഖലയിലെ യുവാക്കൾക്ക് വേണ്ടി നടപ്പിലാക്കിയ ഡ്രൈവിംഗ് ലൈസൻസ് വിതരണ പദ്ധതിക്ക് തുടക്കമായി. നിലമ്പൂരിൽ നടന്ന ചടങ്ങിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് IPS പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവതീ യുവാക്കൾക്ക് ഡ്രൈവിംഗ് ലൈസൻസുകൾ സൗജന്യമായി ലഭ്യമാക്കുന്നതാണ് ജില്ലാ പോലീസ് നടപ്പിലാക്കിയ ഈ പദ്ധതി. പുതിയ തൊഴിലവസരങ്ങൾ നേടുന്നതിനും സാമൂഹികമായി മുന്നേറുന്നതിനും ആദിവാസി യുവാക്കൾക്ക് പദ്ധതി സഹായകമാകും. ലൈസൻസ് ലഭിച്ചവർക്ക് സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും തൊഴിൽ നേടാൻ കഴിയും. പദ്ധതിയുടെ ഭാഗമായി നിരവധി ആദിവാസി യുവാക്കൾക്ക് ഡ്രൈവിംഗ് പരിശീലനം നൽകിയിരുന്നു. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയവർക്കാണ് ലൈസൻസുകൾ വിതരണം ചെയ്തത്. ഇത്തരം പദ്ധതികൾ ആദിവാസി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കുള്ള പ്രവേശനത്തിന് വഴി തുറക്കുമെന്ന് മലപ്പുറം SP ആർ വിശ്വനാഥ് പറഞ്ഞു. കഴിഞ്ഞൊരു 20 വർഷമായിട്ട് കേരളത്തിലും മറ്റ് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ആദിവാസി മേഖലകളെ വ്യവസ്ഥാപിതമായിട്ടുള്ള സർക്കാർ സംവിധാനത്തിന് എതിരെയാക്കാനും ജനാധിപത്യ മൂല്യങ്ങളെല്ലാം തന്നെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അതിനെ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള അക്രമ പ്രവർത്തനങ്ങളിലേക്ക് തള്ളിവിടുന്ന നേരത്തെ പരാമർശിച്ച തീവ്ര ഇടതുപക്ഷ ലെഫ്റ്റ് വിംഗ് എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷന്റെ ശക്തമായിട്ടുള്ള പ്രസക്തി ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് നിലമ്പൂർ അടക്കമുള്ള കേരളത്തിലെ ആദിവാസി മേഖല. അതില് തീർച്ചയായിട്ടും ഒരു ഘട്ടത്തിലും ഒരു ഹോം ഗ്രൗണ്ട്, അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് ആരും തന്നെ അതിനകത്തേക്ക് പോകാനോ അതിൽ യോജിച്ച് പ്രവർത്തിക്കുവാനോ താല്പര്യപ്പെടുക നമ്മുടെ മാധ്യമ സർക്കാർ സംവിധാനങ്ങൾക്കും അതുപോലെ തന്നെ പോലീസ് പോലെയുള്ള ഇതര ഏജൻസികളും സമ്മതിച്ചിട്ടില്ല എന്നുള്ളൊരു വലിയ കാര്യമാണ്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷം നിറയെ വിവിധ പ്രവർത്തനങ്ങൾ കൊണ്ട് അത് പരാമർശിച്ച രീതിയിലുള്ള പോലീസ് ഫോഴ്സ് ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ, ജനമൈത്രി കാഴ്ചപ്പാടിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും അതൊരു പരിധി വരെ തടഞ്ഞു നിർത്താനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊരു വളരെ വ്യത്യസ്തത ഇതിനെ കാണിക്കുന്നത് ഒരു മടങ്ങിവരവ് കൂടിയാണ്. അതായത് സർക്കാർ സംവിധാനത്തിൽ നിന്ന് നമ്മൾ ഐഡന്റിറ്റി അഡീഷണലി എടുക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ നിയമത്തിനെ മുറുകെ പിടിക്കുന്നു, നാടിന്റെ പുരോഗതിക്ക് അതോടൊപ്പം തന്നെ നീങ്ങുന്നു എന്നുള്ളതാണ്. ഈ അവസരത്തില് ഞങ്ങൾ തീർച്ചയായിട്ടും കടപ്പെട്ടിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിനോട് കൂടിയാണ്. അവരുടെ അക്ഷീണമായിട്ടുള്ള പ്രയത്നവും കൃത്യമായിട്ടുള്ള സപ്പോർട്ടും ഇന്ന് ഈ 60-ലേറെ പേർക്ക് ലൈസൻസ് നടത്താനായിട്ടുള്ള ഞങ്ങളുടെ ഉദ്യമത്തിൽ ഞങ്ങൾക്ക് സഹായകരമായി. ഇനിയും അങ്ങോട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളോടൊപ്പം തോളോട് ചേർന്ന് അവർ നിൽക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കും. ഇതിവിടെ വിതരണം ചെയ്യപ്പെടുന്ന ഡ്രൈവിംഗ് ലൈസൻസ് വിതരണം ചെയ്യപ്പെടുന്ന എല്ലാ ചെറുപ്പക്കാർക്കും, ചെറുപ്പക്കാരല്ല എന്നുള്ളത് നല്ല കാര്യം തന്നെ. ഇത് തന്നെയാണെങ്കിലും ലൈസൻസുകൾ വാങ്ങി അതൊരു വലിയ വിജയമായിട്ട് തന്നെ അതിനെ കാണണം. അതൊരു തുടക്കമാണ്. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ വളരെ ചെറിയൊരു കാര്യം മാത്രമാണ് സർക്കാർ ട്രൈബൽ മേഖലയിലുള്ളവർക്ക് വേണ്ടിയിട്ട് തുറന്നു വെച്ചിട്ടുള്ള അനവധി പദ്ധതികളുടെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ടും അത് ഉപയോഗിച്ചുകൊണ്ട് മുന്നേറാനുള്ള കരുത്ത് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എടുത്തു പറയേണ്ട ഒറ്റ കാര്യം, ഈ നിലമ്പൂർ DYSP സജുവിന്റെ കീഴിലുള്ള നിലമ്പൂർ DYSP ഓഫീസും ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന SOG ഇന്റലിജൻസ് ഗ്രൂപ്പും മറ്റെല്ലാ ഉദ്യോഗസ്ഥരും ട്രൈബൽ മേഖലയില് ഇത്രയധികം ആഴത്തിലുള്ള ബന്ധങ്ങളും അവരുമായിട്ടുള്ള ഇടപെടലുകളും മലപ്പുറം ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരുന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുന്നതിനും ഇവിടുത്തെ പൾസ് മനസ്സിലാക്കുന്നതിനും സഹായകരമാണ്. അവരുടെ ഒരു അച്ചീവ്മെന്റ് കൂടിയായിട്ട് ഞാനതിനെ കാണുന്നു. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോമ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ.
അതിമനോഹരമായ ഡിസൈനുകൾ 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ. മിതമായ പണിക്കൂലിയും ആയുഷ്കാലം മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ.